എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2025 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. LD ക്ലർക്ക് എക്സാമിന്, അതായത് ഒരു 10 ദിവസം മുന്നേ ഓൺലൈനായി നടന്ന എക്സാമിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ verb. യൂഷ്വലി ദേ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ദേ ഡാഷ് ഫുട്ബോൾ. അപ്പൊ എന്താണ്? നൗ ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പറയാ? ദേ ആർ പ്ലേയിങ് അല്ലെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ദേ റയർലി വിസിറ്റ് അസ്. അപ്പൊ എങ്ങനെയാണ്? റയർലി, സ്കാർസ്ലി, ഹാർഡ്ലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അത് നെഗറ്റീവ് ആയിട്ടാണ് സെന്റൻസ് ആക്കുക. സെന്റൻസ് നോക്കുക. അപ്പൊ നമുക്ക് ടാഗ് എന്ത് വരും? പോസിറ്റീവ് ടാഗ് ആണ് വരിക. അപ്പൊ ഏതാണ് വരിക? ഡു, ദേ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ദ പ്രൊപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. എന്താണ്? The proposal was turned down due to lack of funds. I think the manager is dragging his feet in this case. This sentence can be interpreted as എന്താണ് വരിക? The manager is acting slowly in this case because he does not want to do it. Next question. Complete the sentence using the correct option. If I had a car, എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ I എന്ത് ചെയ്യാമായിരുന്നു? I would drop you at the bus stop. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകുമായിരുന്നു അല്ലെ? I would drop you at the bus stop. Next question. Which among the following is a synonym of the word ഡിസ്പൊസിഷൻ? സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ക്യാരക്ടർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് പോസിറ്റീവ്, കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ്, അങ്ങനെയാണ് ഡിഗ്രികൾ. അപ്പൊ രാജീവ് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ടോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ അതിനെ കമ്പാരിറ്റീവ് ആക്കണം വെച്ചെങ്കിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ് എഴുതുക? രാജീവ് ഈസ് ടോളർ ദാൻ ഓൾ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. ടോളർ എന്നുള്ളതാണ് ഏത് ഡിഗ്രി? കമ്പാരിറ്റീവ് ഡിഗ്രി. ടോൾ, ടോളർ, ടോളസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഈസ് കോൾഡ്. എന്താണ്? ട്രൂപ്പ് എന്നാണ് പറയുക ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിന്. Next question. Pick out the correct spelled word from the following. ഇതിൽ ഏതാണ് കറക്റ്റ്? SILHOUETTE ആണ്. still out. Next question. Change into indirect speech. Rita asked Ramesh, do you know the answer? അപ്പൊ എന്താണ്? റീത്ത എന്ത് ചെയ്യാണ്? asked Ramesh whether he knew the answer. Do you know the answer എന്നുള്ളതിനെ മാറ്റി whether he knew the answer എന്നുള്ളതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. വിപരീതം. ശുദ്ധം, വിപരീതം. എന്താണ്? ശുദ്ധം, അശുദ്ധം. കൂടിച്ചേരുവാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്ക് എന്താണ്? സംഗമം. കൂടിച്ചേരല്, സംഗമവേദി, അതാണ് കൂടിച്ചേരുന്നതിനുള്ള സ്ഥലം. സംഗമം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുക. സത്ത് പ്ലസ് ഭാവം. സത്ത് പ്ലസ് ഭാവത്തിന് എന്ത് പറയാം? ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി ഏത്? തോഴി, ആളി, സഖി, മാവ്, ആമ്രം, കേതു, യുദ്ധം, രണം, ആരണ്യകം, മേദിനി, ധരണി, മേനി. ഇതില് ശരിയായ ജോഡിയാണ്. മേനി എന്ന് പറഞ്ഞ ശരീരമാണ്. അപ്പോ അതല്ല. ഏതാണ്? ഓപ്ഷൻ എ ആണ്. തോഴി, ആളി, സഖി. ഇത് തോഴിയുടെ പര്യായമാണ് ആളിയും സഖിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എതിർലിംഗം എഴുതുക. ലേഖകൻ. ലേഖകന്റെ എതിർലിംഗം എന്താണ്? ലേഖിക.
കവി, കവയിത്രി, അതും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കുവാൻ പറ്റാത്തത് എന്താണ്? അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ എന്നുള്ളതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം പ്ലസ് കൾ, മരങ്ങൾ. ശരിയായ പദം എഴുതുക. അതിഥി എന്നുള്ളത് എങ്ങനെയാ നമ്മൾ എഴുതുക? ഇതാണ്, ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അതിഥി. വിത്തുഗുണം പത്തുഗുണം എന്ന ചൊല്ലിനെ യോജിക്കുന്നത് എന്ത്? എന്താണ്? പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിത്തുഗുണം പത്തുഗുണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത്? ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.